ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഒരു കൊച്ചുകുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ എത്തിയ ഒരു ഭിക്ഷക്കാരൻ അവനെ പിടിച്ചുകൊണ്ടുപോയി. ക്രൂരനായ അയാൾ എന്തോ മരുന്നൊഴിച്ച് നിസ്സഹായനായ ആ ബാലൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നശിപ്പിക്കുകയും ചെയ്തു. ഈ സമയം കുട്ടിയുടെ മാതാപിതാക്കൾ അവനെ തിരയുകയായിരുന്നു. പലയിടത്തും അവനെ അന്വേഷിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. പോലീസിൽ പരാതിപ്പെടുകയും പത്രത്തിൽ പരസ്യം നൽകുകയും ഒക്കെ ചെയ്തെങ്കിലും അതും ഫലം കാണാത്തതിൽ ആ മാതാപിതാക്കൾ നിരാശരായി. ദുഃഖിതരായ അവർ ദിവസങ്ങൾ തള്ളി നീക്കാൻ വളരെ പ്രയാസപ്പെട്ടു. ഒരിക്കൽ ഈ മാതാപിതാക്കൾക്ക് ദൂരെ ഒരു നഗരത്തിൽ ഒരാവശ്യത്തിനായി പോകേണ്ടി വന്നു. അവിടെ ഒരു തെരുവോരത്ത് കൊച്ചുകുട്ടികളുടെ പാട്ട് കേട്ട് ആ മാതാവ് ശ്രദ്ധിച്ചു. വിങ്ങി പൊട്ടിക്കൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ ഓടി. കീറിപ്പറിഞ്ഞ വേഷം ധരിച്ച 2 കുട്ടികളായിരുന്നു അത്. ഭിക്ഷക്കാരായ അവരിൽ ഒരാളെ കെട്ടിപ്പിടിച്ച് ആ മാതാവ് പറഞ്ഞു, "ഇത് എൻ്റെ മകനാണ്." പോലീസിൻ്റെ സഹായത്തോടെ അവനെ വീണ്ടെടുത്ത് മാതാപിതാക്കൾ വീട്ടിലെത്തി. നടന്ന സംഭവമെല്ലാം ഭീതിയോടെയാണ് അവൻ മാതാപിതാക്കളോട് വിവരിച്ചത്. അന്ധനായ അവനെ മാതാപിതാക്കൾ ഒരു വിദഗ്ധ ഡോക്ടറുടെ ചികിത്സയ്ക്ക് വിധേയനാക്കി. ഒരു ഓപ്പറേഷനിലൂടെ അവൻ്റെ കാഴ്ചശക്തി വീണ്ടു കിട്ടുകയും ചെയ്തു. പ്രിയമുള്ളവർ, നമ്മുടെ ശബ്ദവും സ്വരൂപവും അറിയുന്ന സൃഷ്ടികർത്താവ് ഇന്നും ജീവിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും ദൂരെ പോകുമ്പോൾ തേടി വന്ന് നഷ്ടപ്പെട്ട ദൈവസ്വരൂപം നമുക്ക് മടക്കി തരുന്നവനാണ് അവൻ. ദൈവസന്നിധിയിലേക്ക് നമുക്കും അടുത്തു വരാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയിൽ നിന്നും അകന്നുപോയ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. അങ്ങയുടെ തേജസ് നഷ്ടപ്പെട്ട അനുഭവത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, നഷ്ടപ്പെട്ട തേജസ് തിരിച്ചു തരുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.